ഹായ് വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് റിഫ്ലക്ഷൻ്റെ കുറച്ച് റൂൾസ് പഠിക്കുകയാണ്. അത് ജോമെട്രിക്കലായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജോമെട്രിക്കലായിട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കോൺവെക്സ് മിററായാലും കോൺകേവ് മിററായാലും അതിനകത്തൊരു റേ ഒരു പ്രത്യേക രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ലെറ്റ് us see what is the first rule. ഫസ്റ്റ് റൂൾ വരുന്നതിന് മുമ്പ് നമുക്ക് ഡയഗ്രാം ഒന്ന് വരച്ച് പഠിക്കാം. സപ്പോസ് ദിസ് ഈസ് എ കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്താണ്? ഇത് പോളാണ്. ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നടുക്കായിരിക്കും ഫോക്കസ്. ഇനി ഫസ്റ്റ് റൂൾ എന്താണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് റൂൾ ഓഫ് ഡ്രോയിങ് റേ ഡയഗ്രാം ഈസ് ദാറ്റ് വെൻ എ റേ കംസ് പാരലൽ ടു, അത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഇഫ് എ റേ ഈസ് ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഇമാജിൻ ദാറ്റ് റേ ഇൻസിഡൻറ്റ് റേ ഈസ് കമ്മിങ് ആൻഡ് റേ ഈസ് ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദെൻ അത് ഇതിലൂടെ പോവും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. It will get reflected and the reflected ray will pass through the focus. The reflected ray will pass through the focus. This is the first rule. First rule endana appo? If the incident ray is parallel to the principal axis, then the reflected ray will pass through the principal focus. ഒരു റേ നിങ്ങൾ ഒരു മിറർ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ അങ്ങനെ വരയൊന്നുണ്ടാവില്ല, നമ്മളുടെ ഒരു ഊഹമാണ്. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നിങ്ങളൊരു റേ ഇൻസിഡൻറ്റ് ചെയ്താൽ, റേ വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇൻസിഡൻറ്റ് റേ വിൽ ഗെറ്റ് റിഫ്ലെക്റ്റഡ് ആൻഡ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ഇനി കോൺവെക്സ് ലെൻസിലാണെങ്കിലും ദിസ് റൂൾ വിൽ ഹോൾഡ് ഹെഡ്. This rule will be hold correct for convex lens also. Suppose this is a convex lens. ഇത് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിൻ്റെ ഫോക്കസ് ഇതാണെന്ന് വിചാരിക്കാം, എഫ്. എന്നിട്ട് അങ്ങോട്ട് മാറിയിട്ടാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ദിസ് ഈസ് ദ പോൾ. അപ്പോൾ ഈ കേസിൽ ദ ഇൻസിഡൻറ്റ് റേ ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ദ പ്രിൻസിപ്പൽ റേ ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് റേ ഈസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഇത് എങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും? ഇത് ഇങ്ങോട്ടൊന്നും പോരില്ല, കാരണം റിഫ്ലക്റ്റിംഗ് സർഫസ് ഇവിടെയാണ്. സോ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ അപ്പിയർ ടു കം ഫ്രം ദ ഫോക്കസ്. ഇങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. ഫോക്കസിൽ നിന്ന്, ദിസ് ഇസ് ദ ഫോക്കസ്,
ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ടുള്ള രീതിയിൽ അത് റിഫ്ലക്ഷൻ നടക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ഇഫ് ദ ഇൻസിഡൻറ്റ് റേ ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, then the reflected ray will pass through the focus, or ഇനി കോൺവെക്സിൻ്റെ കാര്യം പറയുമ്പോൾ എന്ത് പറയും? or appear to originate from the focus. ഇവിടെ നിന്ന് വന്നതായിട്ട് തോന്നും. This is the first rule. Okay. Now let us come to the second rule. സെക്കൻഡ് റൂൾ എന്താണെന്ന് പറയാം. സെക്കൻഡ് റൂൾ പറയുന്നത്, സപ്പോസ് എ റേ ഈസ് ഇൻസിഡൻറ്റ് ഇൻ സച്ച് എ വേ ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്. അതെങ്ങനെയാണ് അവന്? സി, ഇവിടെ നിന്ന് ഒരാൾ എന്തെങ്കിലും ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും അടിക്കുന്നത്, റേ ലേസർ ബീമോ എന്തെങ്കിലും. സോ ഇൻസിഡൻറ്റ് റേ, അപ്പോൾ ഇതാണ് ഫോക്കസ്. ഇൻസിഡൻറ്റ് റേ ഈസ് പാസിങ് ത്രൂ ദ ഫോക്കസ്. So this is the incident ray. This is the incident ray. Incident ray is passing through the focus. Incident ray ഇപ്പോൾ ഇങ്ങനെ ഒരു മിറർ വെച്ചിട്ട്, ഇത് മിറർ, ഇതിൻ്റെ ഫോക്കസ് ഇവിടെയാണെന്ന് വിചാരിക്കുക, 25 സെൻറ്റിമീറ്റർ മാറി. ഞാൻ ഇവിടെ ഇതിനകത്തുകൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു റേ ഇവിടെ ഇൻസിഡൻറ്റ് വീഴ്ത്തിയാൽ വാട്ട് വിൽ ഹാപ്പൻ? ലെറ്റ് us see. If a ray is incident, if the incident ray is passing through the focus, then it will get reflected in such a way that reflected ray is parallel to the principal axis. ഈ റിഫ്ലക്റ്റഡ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിരിക്കും. The reflected ray will be parallel to the principal axis. That's a rule. Principal axis in a parallel area. ഈ കേസിൽ suppose a ray is incident in such a way that it is coming towards the focus. ഇതാണ് ഇൻസിഡൻറ്റ് റേ. അതിങ്ങനെ ഫോക്കസിലേക്ക് പോണ പോലെ ആ ഡയറക്ഷനിൽ വരികയാണ്. ഇവിടെ ഫോക്കസിലോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇത് ഒപ്പേക്കാണ്. ഇവിടെയാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ദെൻ ദാറ്റ് റേ വിൽ റിഫ്ലക്റ്റ് ബാക്ക് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദാറ്റ് റേ വിൽ റിഫ്ലക്റ്റ് ബാക്ക് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തു പോകും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ലോ. Second rule states that if the incident ray is passing through the focus, through the principal focus, or appear to incident on the focus, on the principal focus. Also it appears to fall on the principal, appears to pass through.
appears to pass through the principal focus, then the reflected ray will be parallel to the principal axis. This is the second law. എഴുതിയെടുത്തോളൂ. Now, ഇനി നമുക്ക് മൂന്നാമത്തെ ലോ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ റൂൾ. മൂന്നാമത്തെ റൂള് പറയുന്നത്, സപ്പോസ് എ റേ ഈസ് ഇൻസിഡൻറ്റ് സോ ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. Suppose this is the incident ray. ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ ലൈൻ ഡ്രോൺ ഫ്രം സെൻറ്റർ ഓഫ് ആക്സിസ് ടു ദ മിറർ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു ഇറ്റ്സ് നോർമൽ. ഇങ്ങനെ ഒരു കോൺവെക്സ് സർഫേസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോർമൽ വരച്ചാൽ അതെല്ലാം കൂടി പോയി മീറ്റ് ചെയ്യണം എവിടെയായിരിക്കും? അതിൻ്റെ സെൻറ്ററിലായിരിക്കും. So, any incident ray passing through the center means that is passing through the normal. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പ്ലെയിൻ മിറർ എടുത്തപ്പോൾ, സപ്പോസ് ദിസ് ഇസ് എ പ്ലെയിൻ മിറർ, ഇത് നോർമൽ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കുറയും തോറും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറയും തോറും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കുറഞ്ഞ് സപ്പോസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0 എന്ന് വെച്ചാൽ ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കുക, നോർമലി കൂടി വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? കുറഞ്ഞ് ഇങ്ങനെ വരുന്നു. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതിങ്ങനെ കുറഞ്ഞ് 0 ആയി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? അതും 0 ആയിരിക്കും. Because law of reflection says the angle of incidence is equal to angle of reflection. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഈ ഇൻസിഡൻറ്റ് റേയുടെ ഇൻസിഡൻറ്റ് റേ ഈസ് പാസിങ് ത്രൂ ദ നോർമൽ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. I is equal to 0. Angle of incidence I is equal to 0. Then R will be also 0. R will be equal to 0. R 0 ആണെങ്കിൽ ഈ റേ എങ്ങോട്ട് തന്നെ പോകണം? It has to return back in the same path. It has to retrace the path. That is, in other words, if a light ray passing through the center of curvature of a convex mirror, of a spherical mirror, will retrace its path. That is the third rule. ഇനി ഈ കേസിൽ സപ്പോസ് ദിസ് ഇസ് എ കോൺവെക്സ് മിറർ. ഇത് ഇതിൻ്റെ ഫോക്കസ്, ഇത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിചാരിക്കുക. നൗ എ റേ ഈസ് ഇൻസിഡൻറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. As if it is falling on center of curvature. ഇങ്ങനെ ഒരു റേ വരികയാണ്. ദെൻ ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. റിഫ്ലക്ഷൻ ചെയ്ത് അങ്ങോട്ട് തന്നെ പോകും. കാര്യം എന്താണ്? ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്, അതുകൊണ്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ആണ്. These are the 3 rules to be that is to be obeyed while you drawing a geometrical figure of optical rays.
അതായത് ഒപ്റ്റിക്കൽ റേയുടെ ജോമെട്രിക്കൽ ഫിഗേഴ്സ് മിറേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ജോമെട്രിക്കൽ ഫിഗേഴ്സ് വരയ്ക്കുമ്പോൾ റേ ഓഫ് ലൈറ്റ് ഒക്കെ വരയ്ക്കുമ്പോൾ ദിസ് ഈസ് ദ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ഇഫ് ദ ഇൻസിഡൻറ്റ് റേ ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇറ്റ് വിൽ റിഫ്ലക്ട് ത്രൂ ദ ഫോക്കസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഒരു റേ ഫോക്കസിലൂടെ വന്നാലോ ദാറ്റ് വിൽ റിഫ്ലക്ട് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പിന്നെ ഒരെണ്ണം സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്നാലോ ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് ഒറിജിനൽ പാത്ത്. അപ്പോൾ ഇത്രയും 3 നിയമങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ പ്രോബ്ലംസും എല്ലാം ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ സ്ഥലത്ത് ഒബ്ജക്റ്റ് വെച്ചാൽ ഒബ്ജക്റ്റ് പലയിടത്ത് വെച്ചാൽ പല ടൈപ്പ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യും. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പേനയാണെന്നിരിക്കട്ടെ. അപ്പോൾ പേന ഞാനിവിടെ ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ നേരെ ഇങ്ങനെ വെച്ചാൽ ഇവിടെ നിന്ന് ലൈറ്റ് റേ ഒക്കെ അങ്ങോട്ട് പോകും. ഇഷ്ടം പോലെ ലൈറ്റ് റേസ് ഇതിലോട്ട് പോകും. അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം 2-3 ലൈൻസ് മതി, റേ മതി. അത് വെച്ചിട്ട് നമുക്ക് എവിടെ ഇമേജ് ഫോം ചെയ്യാമെന്ന് പഠിക്കും. അപ്പോൾ അത് പഠിക്കാൻ നേരത്തെ ഈ 3 റൂളും തറോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ 3 റൂളും തറോ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസും ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അതിന് ശേഷമുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.